ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിൽക്ക് മെയ്ഡാണ്. പായസത്തിലൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മിൽക്ക് മെയ്ഡാണ്. അമൂലിൻ്റെ നെസ്ലേൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പാലൊന്നും ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പാൽ ചേർക്കാതെയാണ് തയ്യാറാക്കുക. അപ്പോൾ വീഡിയോ മുഴുവനായും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോകാം. ഞാൻ ഇവിടെ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്, ഒരു 5 ടീസ്പൂണ്. അത്യാവശ്യം മധുരം ഉണ്ടാവില്ല. പിന്നെ ഒരു 1.5 ടീസ്പൂണ് കോൺഫ്ലവറും പിന്നെ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും സാധനങ്ങൾ മതിയാവും. ഇനി ആദ്യം തന്നെ ആ പഞ്ചസാര പൊടിച്ചത് ആ പാൽപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഇത് വേണ്ടത് അതിനനുസരിച്ച് പാൽപ്പൊടി എടുത്താൽ മതി. അപ്പോൾ പഞ്ചസാര പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ. ഇനി ആ കോൺഫ്ലവറും കൂടെ അതിലേക്ക് തട്ടാം. ഇനി ഒരു കുറച്ച് ബേക്കിംഗ് സോഡ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതൊരു കളറ് കിട്ടാൻ വേണ്ടിയാണ്, ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. നമുക്ക് കുറച്ച് ചൂടുള്ള വെള്ളം എടുത്ത് അന്ന് ഒരു ലൈനാക്കി എടുക്കുക. തണുത്ത വെള്ളം എടുക്കരുത് കേട്ടോ, നല്ല തിളച്ച വെള്ളമൊന്നും വേണ്ട. അത്യാവശ്യം ചെറിയ ചൂടുള്ള വെള്ളം എടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ കട്ട പിടിക്കും. അപ്പോൾ ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ഈ ഒരു ടെക്സ്ചറിലാക്കി നമ്മൾ എടുക്കുക. വെള്ളം ഒഴിച്ച് ആ കട്ട ഒന്നും ഇല്ലാത്ത നിലക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കലക്കിയെടുക്കാം. ഇനി ഞാൻ അവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്ക് പാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഇത് വെക്കാൻ ആയിട്ട്. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇത് തന്നെ പണി. ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒരു 10 മിനിറ്റോളം ഇളക്കണം. അങ്ങനെ ഇളക്കുമ്പോൾ നമുക്ക് മെല്ലെ ആ ടെക്സ്ചർ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഏകദേശം ആ ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളമായി ഞാൻ ഇളക്കാൻ തുടങ്ങിയിട്ട്. ഇതിപ്പോൾ നെസ്ലേൻ്റെ വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടെ തിക്കായിട്ടുള്ളതാണ് നിങ്ങൾക്ക് കിട്ടുക. ഇപ്പോൾ അമൂലിൻ്റെ ആണെങ്കിൽ ഈ ഒരു ടെക്സ്ചറിലാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു ടെക്സ്ചറാണ് എനിക്കിഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് നെസ്ലേൻ്റെ നല്ല കട്ടിയുള്ള മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ കുറച്ചു നേരം കൂടെ ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ട് കുറുക്കിയാൽ മതിയാകും. ഇപ്പോൾ ഞാൻ ഈ ടെക്സ്ചറിലാകുമ്പോൾ മതിയാക്കുകയാണ്. കുറച്ച് കൂടുതൽ നേരം കുറുക്കിയാൽ ഇതിനേക്കാളും ഇതായി കിട്ടും, തിക്കായി കിട്ടും. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിലാണ് അമൂലിൻ്റെയൊക്കെ മിൽക്ക് മെയ്ഡ് ഉണ്ടാവാറ്, അതായത് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാവാറ്. നല്ല ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.